ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ദിവസമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വെച്ച ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നത് കേട്ടോ. നോർമൽ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണോ സാധാരണ വയ്ക്കുന്നത് ആ ഒരു രീതി തന്നെ വെച്ച് തനി നാടൻ സ്റ്റൈലിൽ, പ്രത്യേകിച്ച് അതിനകത്ത് എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നോർമൽ രീതിയിൽ മട്ടൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് ആ ഒരു മട്ടൻ കറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ മട്ടൻ മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തൊട്ടിപ്പുറത്തെ പാത്രത്തിൽ നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. പക്ഷേ ഞങ്ങൾ തേങ്ങാപ്പാൽ ഇപ്രാവശ്യം ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല, ഞങ്ങൾ തേങ്ങ വറുത്തിട്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് അമ്മ വന്നു കേട്ടോ. പിന്നെ അമ്മയാണ് കൈകാര്യം ചെയ്തതൊക്കെ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ കൂടിയതേ ഉള്ളൂ. തേങ്ങ വറുത്ത് ആ എണ്ണയിൽ തന്നെ നമ്മൾ സവോള അരിഞ്ഞെടുത്ത് കൊടുത്തു. സവോള ഒന്ന് മൂത്തൊരു പരുവായി വന്നപ്പോഴത്തേന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചതും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മുടെ പൊടി വർഗ്ഗങ്ങളിട്ടു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇതും എല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ട് അതിൽ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അതിലേക്കാണ് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കുറച്ചുകൂടെ പൊടികൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിരുന്നു, കുട്ടിക്കാലത്തേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ടതിന് മുമ്പ്. അപ്പോൾ അതിലേക്ക് അവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ സ്പൈസസ് ഒക്കെ വാങ്ങിക്കുന്നൊരു കടയിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളിപ്പോൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് രണ്ടാമതിട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ആയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുക്കറിലിരുന്ന വെന്തിരുന്ന നമ്മുടെ മട്ടനും കൂടെ ആ ചാറോട് കൂടി നമ്മൾ ഈ ഉള്ളിലേക്ക് ഒന്നിച്ചിട്ട് ഈ മസാലയിലേക്ക് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് മട്ടനൊന്ന് മസാലയൊക്കെ ഒന്ന് പരട്ട് വരാൻ വേണ്ടിയിട്ട്, വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടെ നമ്മളത് അടച്ചു വെച്ചിരുന്നു. ഇപ്പം നമ്മുടെ മട്ടനൊക്കെ പാകത്തിന് വെന്ത് നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തേങ്ങാപ്പാൽ വേണ്ടവർക്ക് ഒഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ. ഇപ്പം ഞങ്ങൾ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ വറുത്തിട്ടതേ ഉള്ളൂ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് മട്ടൻ കഴിക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അമ്മയുടെ ആ ഒരു കൈപ്പുണ്യം കൂടെ ആയപ്പോഴത്തേന് ആ കറിക്കൊരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റൂടെ കൂടി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റി. ഞാൻ വെച്ച ടേസ്റ്റ് കുറവെന്നല്ല, അപ്പോൾ അമ്മയുടെ ഒരു കൈപ്പുണ്യം കൂടെ കൂടിയപ്പോൾ അടിപൊളിയായിരുന്നു.